റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം പിൻവലിച്ചു. മന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്നാണ് സമരം ഉപാധികളോടെ പിൻവലിച്ചത്. സംസ്ഥാനത്തെ റേഷൻ കടകൾ കാലിയാകുന്നത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള സാഹചര്യത്തിലാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. എന്നാൽ തിങ്കളാഴ്ച മുതൽ കടയടപ്പ് സമരമെന്നുള്ള ഉറച്ച നിലപാടിലാണ് റേഷൻ വ്യാപാരികൾ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കുടിശ്ശിക തുക വിതരണം ചെയ്യാമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചതിനെ തുടർന്നാണ് റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരം പിൻവലിച്ചത്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് ജനുവരി 1 മുതൽ റേഷൻ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ 90% റേഷൻ കടകളിലും ഉൽപ്പന്നങ്ങളൊന്നും സ്റ്റോക്കില്ലാത്ത സാഹചര്യം. റേഷൻ കടകൾ കാലിയാകുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യമന്ത്രി ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറായത്. അവർക്ക് കുടിശ്ശികയായി ഉണ്ടായിരുന്ന സെപ്റ്റംബർ മാസത്തെ 40% തുകയും ഒക്ടോബർ മാസത്തെ പൂർണ്ണ തുകയും നവംബർ മാസത്തെ 60% തുകയും നൽകാമെന്ന് സമ്മതിക്കുകയുണ്ടായി. ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടുള്ളത്. അവർക്കുള്ള കുടിശ്ശിക, ബാക്കിയുള്ള കുടിശ്ശികയും പല വിഷയങ്ങളെ സംബന്ധിച്ചും തുടർന്നും അവരുമായി ചർച്ച ചെയ്യാമെന്നും അവരുടെ വിഷയങ്ങൾക്ക് വളരെ അനുഭാവപൂർണമായ പരിഗണന നൽകാമെന്നും മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പ് നൽകുകയുണ്ടായി. തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിലേക്ക് ധാന്യങ്ങൾ എത്തിക്കുമെന്ന് വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. എന്നാൽ വിതരണം ആരംഭിക്കുമ്പോൾ റേഷൻ കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കും. തിങ്കളാഴ്ച മുതൽ കടയടപ്പ് സമരമെന്ന ഉറച്ച നിലപാടിലാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ. ജനം, തിരുവനന്തപുരം.